അവക്കാഡോ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം ആയിട്ടില്ല പോപ്പുലറായിട്ട്. പക്ഷെ ഇപ്പോൾ പലരും ഇത് വാങ്ങാനും ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങി. ഇതിനകത്ത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് ഇതിങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആട്ടോ. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങി നോക്കിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല പഴുത്ത അവക്കാഡോ മുറിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. നല്ല ക്രീമി, നല്ല ബട്ടറി ടെക്സ്ചറാണ് ഈ സംഭവത്തിന്. നമുക്കിത് കംപ്ലീറ്റ്ലി നല്ല പഴുത്തതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ വടിച്ചിങ്ങനെ സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാം. ഇത് വടിച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. നല്ല പരിപാടിയാണ് അത്. പിന്നെ ഇതിങ്ങനെ ഉടയ്ക്കുന്ന പരിപാടി അടുത്തത്. ഞാൻ അവക്കാഡോ വെച്ചിട്ട് ഇതിനു മുമ്പൊക്കെ കുൾഫി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ക്ക് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. അവക്കാഡോയുടെ ആ ഒരു റോ ടേസ്റ്റ് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. അതായത് ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി ഈ അവക്കാഡോ വെച്ച് ഗ്വാക്കാമോളി ഉണ്ടാക്കണം എന്ന്. ഇതൊരു മെക്സിക്കൻ ഡിപ്പെന്നോ സാലഡെന്നോ സ്പ്രെഡെന്നോ ഒക്കെ പറയാൻ പറ്റുന്നൊരു സാധനമാണ്. ഇത് ആക്ച്വൽ അതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇത് നന്നായിട്ട് അവക്കാഡോ ഉടച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് സവാള പൊടിയായി അരിഞ്ഞതും കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ അവരിതിനകത്ത് നാരങ്ങ നീരൊക്കെ ചേർക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു ടൊമാറ്റോ ഒക്കെ ചേർക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കിതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, അതിൻ്റെ റെസിപ്പീനെ പറ്റി. പക്ഷേ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല രസമാണ്. എൻ്റെ കയ്യിൽ നാരങ്ങ ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ നാരങ്ങ നീര് ഒഴിച്ചില്ല. പിന്നെ ഞാനിത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ചിലപ്പം ഓറിഗാനോ ഇട്ടാൽ നല്ലതായിരിക്കും. ഇത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഓറിഗാനോ ഇട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഓറിഗാനോ സ്പ്രെഡ് ചെയ്ത് നോക്കിയിട്ടോ. ഇതൊക്കെ പരീക്ഷണമാണല്ലോ. ആൻഡ് എനിക്ക് പിന്നെ തോന്നിയത് ഓറിഗാനോ ഇട്ടില്ലെങ്കിലും ഇത് സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇതൊരു ഡിപ്പായിട്ട് അവർ സ്പ്രെഡ് പോലെ തന്നെ അല്ലെങ്കിൽ ഡിപ്പായിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചു. അതും കിടിലനായിരുന്നു.